ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വൈറ്റ് സോസ് പാസ്തയാണേ. നമ്മുടെ ചാനലിലോട്ട് പുതുതായി വന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കാണുന്നതിനുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. സ്റ്റൗ ടോപ്പുമേ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അധികം ആവരുത്, കുറച്ച്. അതിലോട്ട് 2 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ബോയിലാവുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പാസ്ത ഫുള്ളായിട്ട് വേവരുത്, ഒരു 80% വേവ് ആയാൽ മതി. അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. അതൊരു ബൗളിലോട്ടിട്ട് 2-3 വട്ടം ഫ്രഷ് വാട്ടർ കൊണ്ടൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം അത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് 3 വെളുത്തുള്ളി, അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കാം. ചോപ്പ് ചെയ്തതൊന്ന് ഓയിലിൽ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഒരു സവാള ക്യൂബായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊക്കെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പാസ്ത വേവിക്കാനായിട്ട് നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാനായിട്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെച്ച് ക്രീം സെറ്റ് ചെയ്യാം. അടുത്തൊരു പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോവും. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എത്രയാണോ ബട്ടർ എടുക്കുന്നത് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ മൈദയും എടുക്കണം. അൺസോൾട്ടഡോ സോൾട്ടഡോ ആയിട്ടുള്ള ബട്ടർ എടുക്കാവുന്നതാണ്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. അതിൻ്റെ റോമണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. റോമണൊക്കെ ഒന്ന് മാറി കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവും. ആ സമയത്ത് 2 കപ്പ് പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പാണ്. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ലംസൊക്കെ ഒന്ന് ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഒരു സ്പാച്ചില ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കണ്ടിന്യൂസ് ഇളക്കിയിട്ട് കുറുക്കിയിട്ട് എടുക്കാം. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ ചീസിൻ്റെ ഒരു ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അമൂലിൻ്റെ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്.
അതും സ്പാച്ചിൽ വെച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ, ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണില്ലേ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒഴുകാതെ പറ്റി പിടിച്ച് വെക്കും. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ആ സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം സോർട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത അല്ലെങ്കിൽ ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.